ഹലോ എവറി വൺ, എല്ലാവർക്കും മാത്സിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. 5ാം ക്ലാസ്സുകാരുടെ സെക്കൻഡ് പാർട്ടിലെ 7th ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 7 ആണ് മെഷർ മാത്ത്. അളവുകളെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ്. നോക്കാം, വളരെ സിമ്പിൾ ആണ്. ഫ്രാക്ഷണൽ ലെങ്ത് നമ്മൾ ഓൾറെഡി എന്താണ് ഫ്രാക്ഷൻ എന്ന് പഠിച്ചതാണ് അല്ലേ? 2/10, 3/4, 1/4, 1/2 ഇതൊക്കെയാണ് മാത്സിലെ ഫ്രാക്ഷൻസ് നോക്കിയ എക്സാമ്പിൾസ്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദിസ് പെൻസിൽ? നമുക്കൊരു പെൻസിൽ ലെങ്ത് നോക്കാം. നമുക്ക് അതിനൊക്കെ എല്ലാവർക്കും അതുണ്ടായിരിക്കും. ഇതാ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്രയുമാണ് 1 സെന്റിമീറ്റർ. ഇവിടെ എത്തുമ്പോഴേക്ക് 2 സെന്റിമീറ്റർ ആവും. ഇത് 3, 4, 5, 6, 7 7 സെന്റിമീറ്റർ വരെ വളരെ കറക്റ്റ് നമുക്കുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി ഉണ്ടല്ലേ. അതായത് ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 10 മില്ലിമീറ്റർ ഉണ്ടായിരിക്കും. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 10 മില്ലിമീറ്റർ ഉണ്ടായിരിക്കും. 1 സെന്റിമീറ്റർ is equal to 10 മില്ലിമീറ്റർ. അതായത് ഇവിടെ നോക്കിയേ 7 സെന്റിമീറ്റർ തികച്ചുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു 10 മില്ലിമീറ്ററിലെ എത്ര എടുത്തു? ഒരു 3 മില്ലിമീറ്റർ എടുത്തു അല്ലേ? അതായത് 7 സെന്റിമീറ്ററും പിന്നെ കുറച്ച് ചെറിയൊരു 3 മില്ലിമീറ്ററുമാണ് ഈ ഒരു പെൻസിലിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, എ ലിറ്റിൽ മോർ ദാൻ 7 സെന്റിമീറ്റർ ബട്ട് നോട്ട് ക്ലോസ് ടു 8 സെന്റിമീറ്റർ either. അതായത് 7 സെന്റിമീറ്ററിനേക്കാളും കുറച്ചധികം ആയിട്ടുണ്ട്, എന്നാൽ 8 സെന്റിമീറ്റർ ആയിട്ടില്ല. ക്ലോസർ ലുക്ക് നോക്കിയേ, 7 സെന്റിമീറ്റർ അല്ലേ? ഓക്കെ, 7 സെന്റിമീറ്റർ ആൻഡ് 3 മില്ലിമീറ്റർ. നമുക്ക് എങ്ങനെ പറയാത്? സെന്റിമീറ്റേഴ്സിന്റെ കണക്കിൽ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. അതായത് 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 പാർട്ട് ഓഫ് എ സെന്റിമീറ്റർ ഡിവൈഡ് ഇൻടു 10 ഈക്വൽ പാർട്സ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റിമീറ്ററിനെ 10 കഷ്ണമാക്കിയതിലെ ഒരു കഷ്ണമാണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്ററിലെ ഒന്നാണല്ലേ. ഇതാ ഇവിടെ നോക്കി, ഇതവിടെ നോക്കൂ. ഇതാണ് നമ്മുടെ ഒരു സെന്റിമീറ്റർ. അതിനകത്തുള്ള ഒരു വരയാണെന്ത്? 1 മില്ലിമീറ്റർ. 2 വരയാകുമ്പോൾ 2 മില്ലിമീറ്റർ, 3 3 മില്ലിമീറ്റർ. അതായത് 10 കുഞ്ഞു വരകളിലെ ഒരു വരയാണെന്ത്? 1 മില്ലിമീറ്റർ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കോളൂ. 1 മില്ലിമീറ്റർ is equal to, ഇമ്പോർട്ടൻ്റ് ആണ്, 1 മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റിമീറ്ററിനെ 10 കഷ്ണമാക്കിയതിലെ ഒരു കുഞ്ഞു കഷ്ണമാണ് 1 മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ is equal to 1/10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 3 മില്ലിമീറ്റർ എന്തായിരിക്കും? 10 വരയിലെ 3 വരയാണ് 3 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെൻസിൽ നീളം എങ്ങനെ ഉണ്ടാവും? പെൻസിലിന്റെ നീളം 7 സെന്റിമീറ്ററും 3 മില്ലിമീറ്റർ അല്ലേ? 3/10 സെന്റിമീറ്റർ. ഇതാണ് പെൻസിലിന്റെ നീളം, 3/10 സെന്റിമീറ്റർ. അതിലെ ഒരു 7 3/10 നമുക്ക് എങ്ങനെ എഴുതാം? 7.3 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ ഡെസിമൽ ഫോം. 7 3/10 എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഫോം ആണെങ്കിൽ 7.3 എന്നുള്ളത് അതിന്റെ ഡെസിമൽ ഫോം ആണ്. ഇതെങ്ങനെ എഴുതാൻ നോക്കാം. എളുപ്പം ഇത്ര മനസ്സിലാക്കിയാൽ മതി. താഴെ ഇവിടെ ഒരു 0 ഉണ്ട്. അതിനർത്ഥം ഈ ഡിവൈഡ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ 3/10, ഒരു 0 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരാൻ പാടുള്ളൂ. 7.3 ഒറ്റ നമ്പറിലേ ഉള്ളൂ. അതെ, ഇവിടെ നോക്കിക്കോളൂ. അടുത്ത എക്സാമ്പിൾ നോക്കാം. 8 സെന്റിമീറ്ററും 7 മില്ലിമീറ്ററും ഉണ്ട്. 8 സെന്റിമീറ്ററും 7 മില്ലിമീറ്ററും ഉണ്ടെങ്കിൽ നമുക്കതിനെ 8 7/10 എന്ന് എഴുതാം ഫ്രാക്ഷണൽ ഫോമില്. 8.7 എന്ന് എഴുതാം ഡെസിമൽ ഫോമില്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് 1-2 എക്സാമ്പിൾ എഴുതാം. 8 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും, 5 സെന്റിമീറ്ററും 6 മില്ലിമീറ്ററും, 4 സെന്റിമീറ്ററും 2 മില്ലിമീറ്ററും, 9 സെന്റിമീറ്ററും 6 മില്ലിമീറ്ററും, 10 സെന്റിമീറ്ററും 2 മില്ലിമീറ്ററും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ 8 3/10 എന്ന് എഴുതാം 8.3 ഡെസിമൽ ഫോമിൽ. ഇവിടെ 5 സെന്റിമീറ്റർ തികച്ചുണ്ട്, 6/10 5.6. 4 2/10 4.2.
9/6/10, 9.6. 10, 2/10, 10.2. ഓക്കെ, ഇനി നോക്കാം നമുക്ക് ഒന്ന് രണ്ട് അടുത്ത എക്സാമ്പിൾ നോക്കാം. അതായത് 8 സെന്റിമീറ്റർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ജസ്റ്റ് 8 മാത്രം എഴുതിയാൽ മതി, വേറെ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കൂ, 6 മില്ലിമീറ്റർ, വെറും 6 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റിമീറ്റർ പോലും ആയിട്ടില്ല. 6 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റിമീറ്റർ പോലും, ഒരു സെന്റിമീറ്റർ ആവണമെങ്കിൽ എത്ര വേണം? ഒരു സെന്റിമീറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ 10 മില്ലിമീറ്റർ വരണം. അവിടെ 10 ഇല്ല, ആകെയുള്ള എന്താണ്? 6 മില്ലിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ 6/10 എന്ന് എഴുതാം. 6/10. ഒരു സെന്റിമീറ്റർ പോലും തികച്ചില്ലാത്തത് കൊണ്ട് 0.6 സെന്റിമീറ്റർ. 0.6 സെന്റിമീറ്റർ. ആകെയുള്ള എന്താണ്? 6 മില്ലിമീറ്റർ മാത്രമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0.4 സെന്റിമീറ്റർ. 0.4 സെന്റിമീറ്റർ. കാരണം അവിടെ ഒരു സെന്റിമീറ്റർ പോലും തികച്ചില്ല, ആകെയുള്ള 4 മില്ലിമീറ്റർ മാത്രമാണ്. ഇവിടെ നോക്കി, 1 മില്ലിമീറ്റർ, 0.1 സെന്റിമീറ്റർ. ആ ഒരൊറ്റ കുഞ്ഞു വരെ ഉണ്ടാവും അല്ലെ. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 സെന്റിമീറ്റർ. ഇനി നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. ഇവിടെ ഒരു ബെഞ്ചിന്റെ ലെങ്ത് ഓഫ് എ ബെഞ്ച്, ഒരു ബെഞ്ചിന്റെ നീളം എന്ന് പറയുന്നത് 2 മീറ്ററും 13 സെന്റിമീറ്ററുമാണ്. 2 മീറ്റർ ആൻഡ് 13 സെന്റിമീറ്റർ. നമുക്ക് അതിന്റെ മീറ്ററിൽ മാത്രം ഇങ്ങനെ നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 100 സെന്റിമീറ്റർ ചേരുമ്പോഴാണ് ഒരു മീറ്റർ ആവുക. 100 സെന്റിമീറ്റർ ചേരുമ്പോഴാണ് ഒരു മീറ്റർ ആവുക. അതിലെ 1 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണത്? 1/100 മീറ്റർ. അതായത് 100 സെന്റിമീറ്ററിലെ ഒന്നാണെന്ത്? 1 സെന്റിമീറ്റർ. 100 സെന്റിമീറ്ററിലെ ഒന്നാണെന്ത്? 1 സെന്റിമീറ്റർ. നോക്കിതാ, 1/10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 13 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്ററിലെ 13 എണ്ണമാണ്. ഇതാ 13 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എണ്ണത്തിലെ 13 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു ബെഞ്ചിന്റെ നീളം എന്ന് പറയുന്നത് 2 മീറ്ററും 13 സെന്റിമീറ്ററുമാണ്. 2 മീറ്റർ തികച്ചുണ്ട്. പിന്നെ ഉള്ളത് 13 സെന്റിമീറ്റർ മാത്രമാണ്. 13 സെന്റിമീറ്റർ എത്ര എണ്ണത്തിലാണ്? 100 എണ്ണത്തിലെ 100ലെ 13 ആണ്. 100ലെ 13 ആണ്. അപ്പൊ 2 മീറ്റർ തികച്ചുണ്ട്. 2 മീറ്റർ തികച്ചുണ്ട്. ബാക്കിയുള്ളത് വെറും 13 സെന്റിമീറ്ററേ ഉള്ളൂ. അതൊരു 100 സെന്റിമീറ്റർ ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? 1 മീറ്റർ അധികം കിട്ടി. പക്ഷെ 1 മീറ്റർ തികച്ചുണ്ടാവില്ല. ബാക്കിയുള്ളത് വെറും 13 സെന്റിമീറ്റർ ആണ്. 100ൽ 13. 213/100 മീറ്റർ. ഇതാണ് ഇതിന്റെ ഫ്രാക്ഷണൽ ഫോം. ഈ ഡെസിമൽ ഫോമിലേക്ക് ആക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. താഴെ 2 പൂജ്യം ഉണ്ട്. അതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വേണം. 2.13 മീറ്റർ. 2.13 മീറ്റർ. ഇവിടെ നോക്കിയേ, 4 മീറ്ററും 78 സെന്റിമീറ്ററും ഉണ്ട്. 4 മീറ്ററും 78 സെന്റിമീറ്ററും ഉണ്ട്. അപ്പൊ 4 മീറ്റർ തികച്ചുണ്ട്. പിന്നുള്ള 78 സെന്റിമീറ്റർ ആണുള്ളത്. 78 ഡിവൈഡഡ് ബൈ 100. ഡെസിമൽ വരെ 4.78. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമുക്ക് മറ്റ് ചില കുറച്ച് കാര്യങ്ങളാണ്. 1 മീറ്റർ ഉണ്ട്. ഒരു ബെഞ്ചിന്റെ ടേബിളിന്റെ ലെങ്ത് ആണ് 1 മീറ്റർ. 1 മീറ്റർ തികച്ചുണ്ട്. പിന്നുള്ള 25 സെന്റിമീറ്റർ ആണുള്ളത്. പിന്നുള്ളത് 4 മില്ലിമീറ്ററും. 1 മീറ്ററും 25 സെന്റിമീറ്ററും 4 മില്ലിമീറ്ററും ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കണം. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. ഒരു മീറ്റർ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1000 കുഞ്ഞു കുഞ്ഞു വരകൾ ഉണ്ടായിരിക്കും. 1000 മില്ലിമീറ്റർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിലെ 1 മില്ലിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 1000ത്തിലെ 1 എടുക്കുന്നതിനോട് ഈക്വൽ അല്ലേ? 1/1000. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, നമുക്ക് ഇവിടെ നോക്കിക്കോളൂ ട്ടാ. 1 സെന്റിമീറ്ററില്
10 മില്ലിമീറ്റർ ഉണ്ട്. അപ്പോൾ 2 സെൻറ്റിമീറ്ററിൽ 20 മില്ലിമീറ്റർ ഉണ്ടാവും. 3 സെൻറ്റിമീറ്ററിൽ 30 മില്ലിമീറ്റർ ഉണ്ടാവും. ഇവിടെ ഉള്ളത് 25 സെൻറ്റിമീറ്റർ ആണ്. 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 × 10 250 250 മില്ലിമീറ്റർ ഉണ്ടായിരിക്കും. ആ 250 മില്ലിമീറ്ററിൻ്റെ കൂടെ ഒന്നുകൂടി പറയാം, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 20 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 മില്ലിമീറ്റർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, 25 സെൻറ്റിമീറ്റർ ഉണ്ട്. 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഒരു 4 മില്ലിമീറ്റർ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 254 മില്ലിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റാം? ഈ ഒരു ക്വസ്റ്റ്യനെ 1 മീറ്റർ തികച്ചുണ്ട്, പിന്നെ ഉള്ളത് 254 മില്ലിമീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ തികച്ചുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 എഴുതാം. 1 മീറ്റർ തികച്ചുണ്ടല്ലോ. പിന്നെ ഉള്ളത് 254 മില്ലിമീറ്റർ ആണ്. 1000 254. 254 ഡിവൈഡഡ് ബൈ 1000. 254 ഡിവൈഡഡ് ബൈ 1000 എത്ര ആലോചിച്ചാൽ മതി? 1 മീറ്ററിൽ ആകെ ഉള്ളത് 1000 മില്ലിമീറ്റർ ആണ്. ഇവിടെ 1 മീറ്റർ തികച്ചാണ്. രണ്ടാമത്തെ മീറ്റർ എടുക്കാൻ ഇല്ല. ആകെ ഉള്ളത് എന്താണ്? 254 മില്ലിമീറ്റർ ആണ്. എത്രയിലെ? 1000 254 കേട്ടോ. ഇനി അത് പറഞ്ഞ പോലെ തന്നെ താഴെ 3 പൂജ്യം ഉള്ളത് കൊണ്ട് തന്നെ പോയിന്റ് കഴിഞ്ഞിട്ടും 3 നമ്പർ വരണം. 1.254 മീറ്റർ ആണ് ഡെസിമൽ ഫോം. ഓക്കെ, ഇവിടെ വേറെ എക്സാമ്പിൾ ഉണ്ട്. 1 മീറ്ററും 20 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതാം? 1 മീറ്റർ തികച്ചുണ്ടായിക്കോട്ടെ. 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ കൂടെ ഈ ഒരു 4 മില്ലിമീറ്ററും കൂട്ടിക്കഴിഞ്ഞാൽ 204, 204 മില്ലിമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറിയപ്പോൾ 1 മീറ്ററും 204, 204 മില്ലിമീറ്റർ. അപ്പോൾ 1 മീറ്റർ തികച്ചുണ്ട്. പിന്നെ ആകെയുള്ള 204 മില്ലിമീറ്റർ ആണ് 1000. അപ്പോൾ ഇതാണ് ഫ്രാക്ഷണൽ ഫോമായി. ഡെസിമൽ ഫോം 1.204 മീറ്റർ. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് മറ്റൊരു റിലേഷനാണ് നോക്കാനുള്ളത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുത്താലോ? ഒരു 10 മിനിറ്റ്സിലേറെ ക്ലാസ് ആയില്ലേ. എന്നും കുറച്ച് അപ്ലോഡ് ചെയ്യാം. നന്നായിട്ട് പഠിക്കാൻ കേട്ടോ. താങ്ക് യു.